നമസ്കാരം. നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് മലപ്പുറം ജില്ലയിലെ പരപ്പനങ്ങാടിക്കടുത്തുള്ള ചിറമംഗലം മനവക നാട്ടുകാരുടെ കമ്മിറ്റിയുടെ ഭരണത്തിന് കീഴിലുള്ള ചിറമംഗലം കിഴക്കേ തൃക്കോവിൽ മഹാവിഷ്ണു ക്ഷേത്രത്തെയാണ്. ക്ഷേത്രത്തിൻ്റെ തന്ത്രം ചിറമംഗലം മനയ്ക്കും ഇപ്പോഴത്തെ തന്ത്രി ചിറമംഗലം നാരായണൻ നമ്പൂതിരിപ്പാടും ആണ്. മിഥുനമാസത്തിലെ അനിഴം നക്ഷത്രത്തിൽ പ്രതിഷ്ഠാദിനമായിട്ടുള്ള ഈ ക്ഷേത്രത്തിൽ എല്ലാ മലയാള മാസം ആദ്യത്തെ വ്യാഴാഴ്ച ഭഗവാന് അപ്പവും ആദ്യ ചൊവ്വാഴ്ച ഉപദേവനായ ഗണപതിക്ക് ഒറ്റയും തിരുവോണം നാളിൽ ഭഗവാന് കുഴച്ച അവിലും നിവേദിക്കുന്നു. ലക്ഷ്മി നാരായണ പൂജയും നടത്തുന്നു. ഭക്തജനങ്ങൾക്ക് വഴിപാടായി നടത്താവുന്ന ഈ വഴിപാടുകളിൽ എല്ലാം ഫലപ്രാപ്തി ഉറപ്പാണ് എന്ന് അനുഭവസ്ഥർ സാക്ഷ്യപ്പെടുത്തുന്നു. ഇവിടത്തെ വിശേഷ വഴിപാടായ ലക്ഷ്മി നാരായണ പൂജ നടത്തിയ ബഹുഭൂരിപക്ഷം ഭക്തർക്കും മംഗലയോഗം സിദ്ധിച്ചിട്ടുണ്ട് എന്ന് പറയപ്പെടുന്നു. എല്ലാ വർഷവും ഭാഗവത സപ്താഹം നടത്തുന്ന ഈ ക്ഷേത്രത്തിന് 1500 വർഷത്തിനു മേൽ പഴക്കമുണ്ടെന്നും പരപ്പനങ്ങാടി ഉണ്ണികൃഷ്ണ പണിക്കരുടെ നിർദ്ദേശപ്രകാരം ചെന്നൈ സദാശിവൻ എന്ന ഒരു വ്യവസായി ക്ഷേത്ര പുനരുദ്ധാരണത്തിൽ മുഖ്യ പങ്ക് വഹിച്ചിട്ടുണ്ട് എന്നും അറിയുന്നു. മാസം തോറും അനിഴം നക്ഷത്രത്തിൽ മാതൃസമിതിയുടെ കാർമ്മികത്വത്തിൽ അന്നദാനം നടത്തുന്നതും മണ്ഡലക്കാലത്തെ ഭിക്ഷ, ഭജന, നിറമാല, ചുറ്റുവിളക്ക് എന്നിവയും നടത്തിവരുന്നു. വിവിധതരം ഫ്ലോട്ടുകളുടെ പഥസഞ്ചലനത്തിലൂടെയും കലാപരിപാടികളുടെയും ശ്രീകൃഷ്ണ ജയന്തി അതിഗംഭീരമായി ആഘോഷിക്കപ്പെടുന്ന ക്ഷേത്രമാണ് ഇത്. പ്രദേശവാസികളും ക്ഷേത്ര പരിപാലന സമിതിയും മാതൃസമിതിയും ക്ഷേത്രത്തിൻ്റെ പുരോഗമന കാര്യത്തിൽ വളരെയേറെ പങ്കുവഹിക്കുന്നു. ക്ഷേത്രത്തിൽ നിത്യവും നടത്തിവരുന്ന വഴിപാടുകളുടെ ലിസ്റ്റാണ് ഈ കാണുന്നത്. വഴിപാടുകൾ നടത്താൻ ആഗ്രഹിക്കുന്നവർ ഈ ലിസ്റ്റിൽ കാണുന്ന നമ്പറിൽ ക്ഷേത്ര കമ്മിറ്റിയുമായി ബന്ധപ്പെടുക. ഈ വീഡിയോയുടെ അവസാനം നമ്മൾ ക്ഷേത്ര കമ്മിറ്റിയുടെ നമ്പർ ചേർക്കുന്നതായിരിക്കും. മറ്റൊരു ക്ഷേത്രത്തെക്കുറിച്ചുള്ള അറിവുമായി നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. സാധിക്കുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക. നമസ്കാരം. മുനി തൻ സദനേ